കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാത്തു നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട്, കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ഗോപുരവാതിലൂടെ അകത്തേക്ക് കിടക്കുകയാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് എന്ന് പറയാം. വലിയ തിരക്കില്ല, കാരണം പൂജയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഇത്രയും തിരക്കുകൾ വന്നത്. ഇല്ലെങ്കിൽ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ തൊഴാൻ വേണ്ടി, കാരണം കലശപൂജ നടക്കുകയാണല്ലോ, കലശപൂജ നടക്കുന്നതിൻ്റെ ആ ഒരു തിരക്കാണ്. ആ പടച്ചിടുന്നതിൻ്റെയൊക്കെ നേരത്തെ ആവുന്നുണ്ട്. ഏകദേശം 12:15 ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണഗതിയിൽ തൊഴാൻ പോവുകയാണ്. അപ്പോൾ ആ ഗോപുരവാതിൽ കടന്നിട്ട് നമ്മൾ അകത്തെ വാതിൽപ്പടി കയറുകയാണ്. അപ്പോൾ തന്നെ അകത്തേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഭഗവത് ദർശനം, അതായത് ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലുള്ള ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ നിന്നുള്ള ആ ഒരു പ്രഭ നമ്മളിലേക്ക് എത്തുകയാണ്. നമ്മുടെ നയനങ്ങളിലേക്ക് അത് എത്തുമ്പോൾ തന്നെ ഭഗവത് ദർശനം കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ആ ഇടത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതേപോലെ വലത്തെ സൈഡിൽ ആ തൂണൊന്ന് നോക്കി തൊഴുതു. ഇനി നേരെ നമ്മൾ നോക്കുമ്പോൾ ആ കാലൊക്കെ ഇങ്ങനെ പിണച്ച് വെച്ചിട്ടുള്ള കാൽത്തളകൾ കാണുന്നു. പിന്നെ ചുവന്ന പട്ടുകോണൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അരയിൽ ആ കിങ്ങിണി അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോക്കി വരുമ്പോൾ നിറയെ ആഭരണങ്ങൾ കാണാണ്ട്, ഒരു മാങ്ങാമാല, ഒരു നെക്ലസ് പോലത്തെ, ഒരു പതസ്കം പോലത്തെ, ഒരു വളയം പോലത്തെ മാല, അങ്ങനെ എല്ലാ മാലകളും ഉണ്ട്. സ്വർണത്തിൻ്റെ ഗോപി തിലകം തൊട്ടിട്ടുണ്ട്. കൈവളകൾ കാണുന്നു. കൈവളകൾ കാണുന്നു എന്ന് മാത്രമല്ല, ഇന്ന് നല്ലൊരു പൊന്നോടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന മുരളീധര സ്വരൂപത്തിലാണ് ഇന്ന് ആ ശ്രീലകത്ത് ഭഗവാൻ നമ്മളെ ഭക്തരെ കാത്തു നിൽക്കുന്നത്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. കാരണം വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഭഗവാന്റെ ആ എന്താ പറയുക, കുമ്പൊക്കെ നിറഞ്ഞ് നേദ്യമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തിൽ എല്ലാ ഭക്തരെയും ആ മായാപ്രപഞ്ചത്തിൽ ആറാടിക്കാൻ വേണ്ടിയിട്ട് ആ ഓടക്കുഴൽ വിളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഓടക്കുഴൽ വർണ്ണനായിട്ട്, ആ കാർമുകിൽ വർണ്ണനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ കളഭം കൊണ്ടുള്ള അലങ്കാരം വളരെ മനോഹരമായിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്, അതുപോലെ 2 വലിയ ഉണ്ടമാലകൾ നല്ല വലുപ്പത്തിൽ. ആ ഉണ്ടമാലകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവ് ധാരാളമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെളുത്ത പൂവ്, തുളസിപ്പൂവ്, തെച്ചിപ്പൂവ്, അങ്ങനെ ചേർന്ന് 2ഉം ഒരേപോലത്തെ. അങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ആ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ട് ഉണ്ട്. നല്ല പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് ഓടക്കുഴൽ വിളിക്കുന്നത് ഈ മുരളീധര സ്വരൂപത്തിൽ. അപ്പോൾ എല്ലാ ഭക്തരെയും അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുക. കാരണം കലശ പൂജയൊക്കെ കഴിഞ്ഞ് അപ്പോൾ വിഗ്രഹത്തിന് പൂർവാധികം ശക്തി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തിലുള്ള ദർശനം വളരെ അതിപ്രധാനം തന്നെയാണ്. ഇന്നിപ്പോൾ കൂത്തമ്പലത്തിൽ കലശ കുടങ്ങൾക്കുള്ള നൂല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചടങ്ങുകളാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഏകദേശം മലർ നിവേദ്യമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മണി വരെ നട അടയ്ക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദർശനമൊക്കെ, പിന്നെ നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല, കലശം തുടങ്ങുകയാണ്. എന്തായാലും നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്നിട്ട് തൊഴുന്നതായിട്ട് എല്ലാവരും സങ്കല്പിച്ചോളൂ. മനസ്സിലാ മഹാരൂപത്തെ, ആ മഹാപ്രഭുവിൻ്റെ, വൈകുണ്ഠനാഥൻ്റെ ആ മഹാസ്വരൂപത്തെ, മുരളീധര സ്വരൂപത്തെ മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. എന്നെ ഇപ്പോൾ കേൾക്കുന്ന ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് നിൽക്കുന്നത് എന്ന് സ്വയം തീരുമാനിച്ചാൽ നമ്മളിലേക്ക് ഗുരുവായൂരപ്പൻ്റെ ആത്മചൈതന്യം എത്തുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നിന്ന് തൊഴുകയാണ്. ഇന്നത്തെ കലശപൂജ എന്ന് പറഞ്ഞാൽ ഉച്ചപൂജയൊക്കെ ഉണ്ടായത് തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്.
അതുപോലെ മേൽശാന്തി തന്നെയാണ് ഇന്നത്തെ കളഭാലങ്കാരം. മേൽശാന്തി പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരി. വളരെ മനോഹരമായിട്ടുള്ള ആ കലാവിരുത് തന്നെയാണ് ഇന്നത്തെ മുരളീധര സ്വരൂപം ആയിട്ട് വിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുക. പിന്നീട് ആ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുക. വിഘ്നേശ്വരൻ്റെ ഗണപതി ഹോമം നടത്തുന്ന ആ തിടപ്പള്ളി, ഗുരുവായൂരപ്പന് നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി അത്രയും പ്രാധാന്യമുള്ളതാണ്. പിന്നെ അഗ്നികോണിലെ ആ കല്ല് കാണാം, അതൊന്ന് നോക്കി തൊഴുക. അങ്ങനെ വരുമ്പോൾ ആ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് നേരെ തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുത് സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഒരു വെളുത്ത ഇതും തുളസിയും കൂടിയും ചേർത്തിട്ടുള്ള മാലയാണ് സരസ്വതി ദേവിയുടെ ഫോട്ടോത്തിൽ ചാർത്തിയിട്ടുള്ളത്. ആ വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു തൊഴുതു. പിന്നീട് നമ്മളിങ്ങനെ തിരിഞ്ഞു പോരുമ്പോൾ ചെറിയ ഗണപതി വിഗ്രഹം വീണ്ടും കാണും. അവിടെ ആരോ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ തൊഴുതിങ്ങനെ വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാം. അവിടെയൊക്കെ കണ്ട് തൊഴുക. പിന്നെ മേൽശാന്തി ഇരിക്കുന്നുണ്ട്. മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമന സ്വരൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ മഹാവിഷ്ണുവിൻ്റെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമ്മുടെ സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ വീണ്ടും തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നീട് മുരുകനെ കണ്ട് തൊഴുതു. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എത്തുകയാണ്. ഇന്ന് നിറയെ കുങ്കുമൊക്കെ ഉണ്ട്, അഭിഷേകമായിട്ട് നല്ല ഒരു വെറ്റിലമാലയൊക്കെ ഉണ്ട്. ത്വമസ്മിൻ കാര്യേ നിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ച് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് നേരെ നമ്മുടെ ആ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ ഇപ്പുറത്ത് പടിഞ്ഞാറ് സൈഡിലേക്ക് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് വന്ന് നിന്നാൽ നമ്മുടെ ആ താമരക്കണ്ണനെ കാണാം. ആ കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണനെ കാണാം. അവിടെ കണ്ട് തൊഴുത് പിന്നീട് വരുമ്പോൾ ഗ്രില്ലിനപ്പുറത്ത് ആ മണിക്കിണറും അതുപോലെ ആ നൃത്ത അറയിൽ ഭഗവാൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കിയാൽ ഏത് രൂപത്തിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ അവിടെ നിന്ന് നൃത്തം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലേക്ക് അനുഭവപ്പെടും. അതിനപ്പുറത്ത് ആ മുളയറയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാം തീയതി ഇട്ടതാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് ആവുമ്പോഴേക്ക് ആവും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പ്രവേശനമൊക്കെ വളരെ പരിമിതപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തൊഴുതു. അങ്ങനെ തൊഴുതിട്ട് കുറൂരമ്മേനെയൊക്കെ കണ്ടു. ആ കൃഷ്ണാട്ട വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ വടക്കേ നടയിലൂടെ തന്നെ പുറത്തേക്ക് വന്നു. ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ചന്ദനവും പ്രസാദമൊക്കെ വാങ്ങി തൊടാം. അതിനുശേഷം നമ്മൾ ആ ഭഗവതിയുടെ അടുത്തേക്ക് വരികയാണ്. ഭഗവതി ഇന്ന് വളരെ സുന്ദരിയായിട്ടാണ്. ഇനിയിപ്പോൾ ഉത്സവം കഴിയോളം നല്ല അല്ലെങ്കിലേ സുന്ദരിയാണ്. അപ്പോൾ അതിമനോഹരിയായിട്ടാണ്. നല്ല പട്ടുപാവാടയൊക്കെ ഉടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ചുവന്ന പട്ടൊക്കെ ഞെറിഞ്ഞെടുത്തിട്ട് ഭഗവതി അലങ്കാരത്തോടു കൂടി ഇങ്ങനെ ഇരിക്കണം. ധാരാളം മാലകളുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചും കൂടി അങ്ങോട്ട് പോരുമ്പോൾ തിരിഞ്ഞു നിന്നാൽ പടിഞ്ഞാറോട്ട് നോക്കിയാൽ നമ്മുടെ
മമ്മിയൂരപ്പനെ ഒന്ന് മനസ്സാ സ്മരിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ അവിടുന്ന് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുതും പ്രതീതി ഉണ്ടാവും. അതിനുശേഷം നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ ഒന്ന് വീണ്ടും ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി ശ്രീലകത്തുള്ള മുരളീധര സ്വരൂപം, വേണുഗോപാല സ്വരൂപം ഒന്നുകൂടി കണ്ട് തൊഴുതു. അങ്ങനെ നമ്മൾ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തിയാൽ ഒന്ന് തൊഴാം. അവിടെ 1000 സപ്തകലശത്തിൻ്റെ സഹസ്രകലശത്തിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂല് കെട്ടി കഴിഞ്ഞു, നൂൽക്കെട്ട് കഴിഞ്ഞ് ഈ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പ്രവേശനം വളരെ ചുരുക്കമാണ്. അവിടെ തൊഴുത് നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെയും കണ്ട് തൊഴുത് ഒന്ന് വലം വെച്ച് പ്രദക്ഷിണമായിട്ട് വന്ന പടിഞ്ഞാറ നടയിൽ വന്നിട്ട് ആ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപവും അതുപോലെ ഒന്ന് പിറകിലോട്ട് നിന്ന ആ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപവും, അതായത് വേണുഗോപാലൻ തന്നെയാണ് മുരളീധരൻ. അപ്പോൾ ആ രണ്ട്, അതായത് വേണു വായിക്കുന്നത് മുരളി വായിക്കുന്നതും ഒക്കെ പേരുകൾ മാറ്റങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ഒരാളാണ്. അങ്ങനെ കണ്ടു തൊഴുക. അപ്പോൾ ഇന്നും എന്നെ ശ്രവിക്കുന്നത് ഏത് നേരത്താണോ ആ സമയത്തൊക്കെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് എന്നുള്ള ആ ചിന്ത, ഞാൻ എൻ്റെ ആ ശബ്ദം പോകുന്ന അതേപോലെ നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് മനസ്സിലേക്ക് ഇങ്ങോട്ട് അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ആ ഗുരുവായൂർ ദർശനം നടത്തിയ പ്രതീതി നമ്മിലേക്ക് എത്തും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.